തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെ പാർസൽ സർവീസ് സേവനം നിർത്തുന്നതിനെതിരെ പ്രതിഷേധ സമരവുമായി ഡിവൈഎഫ്ഐ. തലശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷൻ പാർസൽ ഓഫീസിലേക്ക് മാർച്ചും പ്രതിഷേധ സമരവും സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി സനീഷ് സമരം ഉദ്ഘാടനം ചെയ്തു. ഇത്തരത്തിലുള്ള പാർസൽ സർവീസ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളെല്ലാം തന്നെ എടുക്കുന്നതിന് ഭാഗമായിട്ട് ഈ നാടിനകത്തുള്ള തൊഴിലാളികളും അതുപോലെ തന്നെ യുവജന പ്രസ്ഥാനമെല്ലാം തന്നെ ഡിവൈഎഫ്ഐ ഉൾപ്പെടെയെല്ലാം തന്നെ ഈ സ്റ്റേഷനകത്തേക്ക് മാർച്ച് നടത്തുകയും അധികാരികളുടെ ശ്രദ്ധയിലെല്ലാം തന്നെ കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ട്. പക്ഷേ ഈ നാടിനകത്തുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഈ നാടിനകത്തുള്ള ജനങ്ങളുടെ എല്ലാം തന്നെ ക്ഷേമങ്ങളെയെല്ലാം തന്നെ ഇതിലൂടെ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെല്ലാം തന്നെ തൊഴിലാളികൾ ഉൾപ്പെടെയെല്ലാം തന്നെ ഇന്ന് അവരെ വഞ്ചിക്കുന്ന നിലപാടുകളാണ് ഇന്ന് ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമായിട്ട് സർക്കാരിന്റെ ഭാഗമായിട്ട് ഇന്ന് നിലകൊള്ളുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. മാത്രമല്ല, നേരത്തെ ഇവിടെ സഖാക്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിനകത്ത് ഈ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായി. പാർസൽ സർവീസ് സേവനം നിർത്തലാക്കാൻ തീരുമാനിച്ച ദക്ഷിണ റെയിൽവേ തീരുമാനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധ സമരം നടത്തിയത്. ശനിയാഴ്ച മുതൽ പാർസൽ ഓഫീസിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിർത്തലാക്കാനാണ് ദക്ഷിണ റെയിൽവേ ചീഫ് കൊമേഴ്ഷ്യൽ മാനേജറുടെ ഉത്തരവ്. ഏറ്റവും വരുമാനമുള്ള സ്റ്റേഷനിൽ ഒന്നാണ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ. പാർസൽ ഓഫീസ് അടച്ചുപൂട്ടുന്നത് നിർത്തിവെച്ചില്ലെങ്കിൽ തുടർ പ്രക്ഷോഭം നടത്തുമെന്ന് ഡിവൈഎഫ്ഐ മുന്നറിയിപ്പ് നൽകി. ബ്ലോക്ക് പ്രസിഡന്റ് മുഹമ്മദ് ഫാസിൽ അധ്യക്ഷനായി. ബ്ലോക്ക് സെക്രട്ടറി പി വി സച്ചിൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ശരത് രവീന്ദ്രൻ, ഫിദ പ്രദീപ്, കെ മർഫാൻ എന്നിവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.